ഗുഡ് മോർണിംഗ് ജീസസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോബി ജോൺസൺ രചിച്ച ചുംബനം ഒരു അടയാളം എന്ന പുസ്തകത്തിൽ നിന്ന്. ഓർപ്പ നൊവോമിയെ ചുംബിക്കുന്നു. ഒരേ സമയം ആത്മാർത്ഥതയും പരിമിതിയും കൂടിക്കലർന്ന ചുംബനമാണിന്ന്. നൊവോമി എന്ന സ്ത്രീയും അവരുടെ മരുമകൾ ഓർപ്പയും തമ്മിലുള്ള ചുംബന രംഗം നെഗറ്റീവായി മാത്രം ക്രൈസ്തവ പ്രസംഗകർ വിലയിരുത്തുന്ന സംഭവമാണ്. ഓർപ്പയേക്കാൾ ഉത്തമയായ ഒരു മരുമകൾ നൊവോമിക്കുണ്ട് എന്നതാണ് കാരണം. പക്ഷേ ഓർപ്പയെ തള്ളിപ്പറയുക അസാധ്യം. അവളും ആത്മാർത്ഥതയുള്ള ഉത്തമയായ സ്ത്രീ തന്നെയാണ്. നൊവോമി എല്ലാം നഷ്ടപ്പെട്ടവളാണ്. സമ്പത്ത്, കിടപ്പാടം, ഭർത്താവ്, പുത്രന്മാർ എല്ലാം. അവശേഷിക്കുന്നത് വിധവയായ നൊവോമിയും വിധവകളും യുവതികളുമായ മരുമക്കളും മാത്രം. കൂട്ടായി ദാരിദ്ര്യവും പരദേശവാസവും മാത്രം. ഒടുവിൽ നൊവോമി തീരുമാനിച്ചു, തൻ്റെ ശാപപൂർണമായ ജീവിതത്തിൻ്റെ ശിഷ്ടഭാഗം അനുഭവിച്ചു തീർക്കാൻ ജനിച്ച മണ്ണിലേക്ക് പോകാം. അത് തീരുമ്പോൾ ആ വിശുദ്ധ ഭൂമിയിൽ 6 അടി മണ്ണെങ്കിലും ലഭിക്കുമല്ലോ. പക്ഷേ ആ ദുരിതക്കയത്തിലേക്ക് ഈ ചെറുപ്പക്കാരികളെ കൂടി വലിച്ചുകൊണ്ടു പോകണോ? അവർ ആരെങ്കിലും വിവാഹം ചെയ്ത് സ്വന്തം നാട്ടിൽ സുഖമായി കഴിയട്ടെ. മരുമക്കൾ എന്നിട്ടും പിന്നാലെ വരികയാണ്. പിന്തുടരാനും പിന്തിരിയാനും കണ്ണീർ തന്നെ ആയുധം. അമ്മാവിയമ്മയുടെ നിരന്തര നിർബന്ധത്തിനു മുമ്പിൽ അത്യുച്ചത്തിലുള്ള കരച്ചിലോടും ചുംബനത്തോടും ഓർപ്പ വിട പറഞ്ഞു. നൊവോമി ഉത്തമയായ സ്ത്രീയാണ്, സംശയമില്ല. ദുരിതങ്ങൾ മാത്രം കൂട്ടായിട്ടും അവൾ മരുമകളെയോ മരുമകൾ അവളെയോ കുറ്റപ്പെടുത്തുന്നില്ല. അവരുടെ സ്നേഹവും അതുവഴി വളർന്ന ബന്ധവും ദൃഢമാണ്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ദൈവസ്നേഹം. ഇക്കാലത്ത് ഇതുപോലെ തകർച്ചയിലായ ഒരു ഭവനത്തിലെ സ്ഥിതി എന്തായിരിക്കും? ചീത്തവിളി, അടിപിടി, വധശ്രമം, ഇറക്കിവിടൽ, സമരം, കുത്തിയിരിപ്പ്, കേസ് എന്ന് വേണ്ട നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാനുള്ളതെല്ലാം അടുത്ത വീടുകളിലെ ചെവികളും മൊബൈൽ ഫോണുകളും ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടാകും. അവർക്ക് അത് രസക്കാഴ്ചയാണല്ലോ. ആരാൻ്റമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസം. ചാനലുകാർക്ക് ബ്രേക്കിംഗ് ന്യൂസും. പക്ഷേ ഈ കുടുംബം വ്യത്യസ്തമാണ്. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്ന പഴമൊഴി അന്വർത്ഥമാക്കിക്കൊണ്ട് ഉള്ളത് കാടിയായാലും മൂടിക്കുടിച്ച് ദൈവമുമ്പിൽ മാത്രം കരഞ്ഞ് ഈ വിധവാ കുടുംബം കഴിയുമ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമെന്ന് ഈ കുടുംബത്തെയല്ലേ വിളിക്കേണ്ടത്? അതോ കുറെ പണം വാരിക്കൂട്ടി ആഡംബരത്തിൻ്റെ എല്ലാ പ്രകടനങ്ങൾക്കിടയിലും പരസ്പരം പോരടിക്കുന്ന കുടുംബങ്ങളെയോ? നൊവോമിയുടെ നാട്ടിലേക്കുള്ള മടക്കം പോലും മരുമക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ്. അവരെങ്കിലും രക്ഷപ്പെടട്ടെ. ഓർപ്പയ്ക്ക് വേണമെങ്കിൽ നൊവോമിക്കൊപ്പം പോകാം. പക്ഷേ രക്ഷപ്പെടാൻ കിട്ടിയ അവസരം പാഴാക്കണോ? സ്നേഹത്തിനും സ്വാർത്ഥതയ്ക്കുമിടയിൽ ഒരു പിടച്ചിൽ. പഴയൊരു സംഭവം വായിച്ചു തോർക്കുന്നു. സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ വീട്. ദാരിദ്ര്യം വെട്ടിനിരത്തിൽ നടത്തി കൊടി നാട്ടി ആ വീട്ടിൽ തന്നെ താമസമാക്കിയ കാലത്തൊരിക്കൽ ഉപദേശിയുടെ ഭാര്യാപിതാവ് തൻ്റെ മകളെയും കൊച്ചുമക്കളെയും തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. അപ്പൻ നല്ല മനുഷ്യനാണ്. അവർക്ക് നേരെ ചൊവ്വേ ഭക്ഷണം കിട്ടണം എന്ന് മാത്രമാണ് ആഗ്രഹം. ഉപദേശിയുടെ ഭാര്യയ്ക്ക് പോകാൻ മനസ്സില്ല. നിർബന്ധങ്ങൾക്കൊടുവിൽ അലമുറകളോടെ അപ്പനെ അനുസരിക്കേണ്ടി വരുന്നു. ചില വേർപാടുകളെങ്കിലും ന്യായീകരിക്കപ്പെടേണ്ടവയാണ്. ദൈവം പോലും കണ്ണീരോടെ ആശീർവദിക്കുന്ന രംഗങ്ങൾ. നമ്മുടെ മുൻ തലമുറകൾ എത്ര നന്മയുള്ള മനുഷ്യരായിരുന്നു. 8ഉം 10ഉം മക്കളെ പോറ്റി വളർത്താൻ എല്ലുമുറിയെ പണിയെടുത്ത അപ്പനമ്മമാർ. എല്ലാവരെയും ഊട്ടിയിട്ട് വിശക്കുന്ന വയറുമായി ഉറങ്ങിയ അമ്മച്ചിമാർ. വിശപ്പും കരച്ചിലും പുറത്താരും അറിഞ്ഞില്ല. പലപ്പോഴും അകത്തും ആരും അറിഞ്ഞില്ല. എന്നിട്ടും കുടുംബ പ്രാർത്ഥന മുടക്കാത്ത ഭവനങ്ങൾ. അതിരാവിലെയും വൈകിട്ടും ദൈവത്തെ ക്ഷണിച്ചു വരുത്തിയ മനുഷ്യർ. മക്കളെ പിറുപിറുപ്പ് കൂടാതെ ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയവർ. തല്ലിപ്പിരിയാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടും വിവാഹാശീർവാദം സ്നേഹച്ചരടിൽ കോർത്തിട്ട അവരും മനുഷ്യരായിരുന്നു. കൂട്ടുകുടുംബങ്ങളിലെ സ്ഥിതി ഒന്നുകൂടി ദയനീയമായിരുന്നു. എന്നിട്ടും ഓരോ ദിവസവും വീടെന്ന യാഗപീഠത്തിൽ ബലിയായി മാറിയ അവർ മനുഷ്യരായിരുന്നു എന്ന് ഇന്നത്തെ കാലത്ത് ചിന്തിക്ക പോലും പ്രയാസം. സ്വാർത്ഥത പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എന്തിനാണ് സ്നേഹം പൂർണ്ണമായും ഒഴിവാക്കുന്നത്? വേർപാട് അനിവാര്യമാകുമ്പോൾ സ്നേഹക്കണ്ണീർ പൊഴിച്ച് പിരിഞ്ഞുകൂടെ? ഓർപ്പയുടെ ഓർമ്മകളിൽ അമ്മാവിയമ്മ നല്ലവളാണ്. സ്നേഹവും കരുതലുമുള്ള സ്വന്തം അമ്മ. എന്തെങ്കിലും പാകപ്പിഴകൾ വന്നിട്ടുണ്ടാകാം. പക്ഷേ ഓർപ്പ സ്നേഹ കണ്ണീർ കൊണ്ട് നൊവോമിയെ വിശുദ്ധീകരിക്കുമ്പോൾ നൊവോമിയും കണ്ണീരിൽ അവളെ അനുഗ്രഹിച്ചയക്കുന്നു. ബന്ധങ്ങളിലെ സ്വാർത്ഥത സ്നേഹത്തിനപ്പുറം പോകരുത് എന്ന് ഉപദേശിച്ചുകൊണ്ട് നിർത്തുന്നു.